പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ നല്ല നമസ്കാരം. നല്ല നമസ്കാരം എന്ന് പറയാൻ പറ്റില്ല, ഹൃദയഭേദകമായൊരു കാഴ്ചയാണ്. ഇതൊരു വാഴ കർഷകൻ ഡേവിഡ് എന്നാണ് ചേട്ടൻ്റെ പേര്. ഇത് മണലായി എന്ന് പറയുന്ന സ്ഥലമാണ്, 3-ാം വാർഡ് പരിയാരം പഞ്ചായത്ത്. ഇത് നോക്കിയാൽ നിങ്ങൾ പുഴയാണോ ഇത് നോക്ക്. 1500 വാഴകളാണ് ഈ കർഷകൻ വെച്ചിട്ടുള്ളത്. 1500 വാഴ, 1500 സാര വാഴയല്ല, 1500 വാഴ. ഇനി ഈ സാധനം ഈ വെള്ളം കയറി ഇതിൻ്റെ കട മുഴുവൻ ഇളകി മൊത്തം വീഴും. എന്താണ് ഈ കർഷകർക്ക് കിട്ടാനുള്ളത്? ഇത് കഴിഞ്ഞ തവണയും കഴിഞ്ഞതിന് മുന്നത്തെ തവണയും ഇവിടെ ഈ കർഷകർ മുഴുവൻ പറഞ്ഞിട്ടുള്ള ഈ ചീർപ്പ് തുറന്ന് വെള്ളം വിടാനായിട്ടുള്ള കാര്യങ്ങളും, ഈ പറമ്പിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ ഒരു തോട് പോകുന്നുണ്ട്, ആ തോട് ക്ലിയർ ചെയ്യാനോ ആ തോട് കൃത്യമായിട്ട് വെള്ളം പോകാനുള്ള സൗകര്യങ്ങളോ ഒരു സംഗതികളും ഇല്ല. ഈ കർഷകർ എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാൽ നിങ്ങളിത്. ആത്മഹത്യാപരല്ലേ ഇത് ചിന്തിച്ചു നോക്കിയാൽ. ഈ 1500 വാഴയിൽ ഒരു 1000-600 വാഴ പോലെ മറിഞ്ഞു വീണെന്നിരിക്കും. പിന്നെ എന്താണ് ഇവർക്ക് കിട്ടാനുള്ളത്? ഒരു കൊല്ലം മുഴുവൻ അധ്വാനിച്ച് ഇതിൻ്റെ കായ്ഫലം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർഷകൻ്റെ കണ്ണിൽ പടക്കം പൊട്ടിക്കണതിന് തുല്യമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പരിഹരിക്കാനും പരിഹരിക്കപ്പെടാനുള്ളതല്ലേ? ഇവിടെയൊക്കെ ഭരണാധികാരികളില്ലേ? എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മഴ പെയ്ത് ഒടുക്കത്തടങ്ങാൻ വേണ്ടി കാത്തിരിക്കണമെന്ന്. ഈ തോട് ഇപ്പോൾ പോകുന്നത് പെയ്ത്ത് വെള്ളമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പെയ്ത്ത് വെള്ളം പോകാനായിട്ടൊരു സൗകര്യം വേണ്ടേ? ഇതിപ്പോൾ എന്തോ ഇതുപോലെ കുറച്ച് ദിവസങ്ങൾ ഇതുപോലെ ഒരു മഴ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ കർഷകർ എന്തോരം പേരുണ്ട്. അവരുടെയൊക്കെ വിളകൾ നശിക്കാനല്ലേ പോണേ? ഇത് ആർക്കാണ് ഇതിൻ്റെ വേദനയുള്ളത്? ആർക്കാണ് വേദനയുള്ളത്? ഈ വേദന കർഷകർക്ക് മാത്രമല്ലേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വല്ലവർക്കും വേദന ഉണ്ടോ? വേറെ വല്ലവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പരിഹരിക്കപ്പെടേണ്ട ആൾക്കാർ ഓഫീസിൻ്റെ ഉള്ളിൽ AC റൂമിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുക, അല്ലാണ്ട് വേറെ എന്നിട്ട് ഇത് കണ്ടില്ലേ അങ്ങോട്ട് കിടക്കണം, വാഴ അങ്ങോട്ട് കിടക്കണം. ഈ സാധനമൊക്കെ നോക്കിക്കോ, വെള്ളം ഇറങ്ങണോടുകൂടി ഇതിൻ്റെ കടകളിലേക്ക് വീഴും. ഞാൻ വീഴാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഒരു കർഷകൻ്റെ വിഷമം അത് മനസ്സിലാക്കുന്നവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ആ ചേട്ടൻ കണ്ണു നട്ടിരിക്കണ്, വാഴ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചങ്കിടിപ്പോടുകയാണ്. 1500 വാഴകളുള്ള ഒരു കർഷകൻ്റെ എന്താ പറയുക, ആളോട് തന്നെ ചോദിക്കാം. എനിക്ക് ചോദിക്കാൻ തന്നെ മനസ്സ് വരുന്നില്ല. ഇത് ഞാൻ മള്ളായി സ്റ്റോപ്പ് വഴി ഞാൻ പാറക്കുന്നിലാണ് വാഴ വെച്ചാണ്. കപ്പത്തോണ്ട് ഒരു സൈഡ് ഭാഗമാണ് അത്. 3-4 കൊല്ലം ഇവിടെ കൃഷി ചെയ്താണ്. പക്ഷേ ഇതുവരെയും കൃഷികളൊന്നും വെള്ളം കയറിയാണൊക്കെ നശിച്ചിട്ടുള്ളത്. എൻ്റെ ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഡേവിസ്. ചേട്ടാ ഇത് ആരുടെ സ്ഥലം? ഇത് പരിയാരത്തോടുള്ള പോലീസുകാരൻ്റെയാ. അയാൾ പാട്ടത്തിനിടുന്നുണ്ട്. ഇതെല്ലാ വർഷം എങ്ങനെയാണ്? ഇവിടെ കപ്പത്തോട് അടുത്തുണ്ട്, പക്ഷെ കപ്പത്തോടൊന്നും ശരിയാക്കണില്ല. ചെക്ക് ഡാമിന്റെ ഈ പ്രാവശ്യമെങ്കിലും പലയിടത്ത് വെള്ളം പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ പ്രാവശ്യം ഇതിൽ കൂടെ ഒഴുകണേ, പുഴ ഇതിൽ കൂടെ പറമ്പിൽ കൂടെ ഒഴുകണേ. ഇതിപ്പോ ഈ വാഴകൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? വാഴ ഇതിപ്പോ ഇനിയെല്ലാം കടം മറിഞ്ഞു വീഴും. നമുക്ക് ഇതിനകത്ത് ഒരു അനുഭവം കിട്ടാവുന്ന രീതിയിലില്ല. ഒരു 2 മാസം കഴിഞ്ഞൊക്കെ വെട്ടേണ്ട കൊലകളാണ് അതൊക്കെ. ഏകദേശം എത്ര വാഴയുണ്ട്? ഇത് 1500 വാഴയുണ്ട്. 1500 വാഴ. ഇത് അങ്ങ് അറ്റം വരെയുണ്ട്. ഇത് നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്തിന് ഇവരൊക്കെ ഈ പ്രശ്നം എല്ലാ കൊല്ലം വരുന്നത് അറിയിച്ചു? എല്ലാം അറിയിച്ച അവര് ഇതിനൊന്നും നടപടി എടുക്കാറില്ല. ഇവിടെ MLA യോ ആരും വന്ന് ഇവിടെ തിരിഞ്ഞു നോക്കാറില്ല ഈ സ്ഥലം എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അവരടുത്ത് എല്ലാ പ്രാവശ്യം എഴുതി പോവും, അത് കിട്ടി ഇത് കിട്ടും എന്ന് പറഞ്ഞ. പക്ഷേ നമുക്ക് ഒരു അനുഭവം കിട്ടിയിട്ടില്ല. അവിടുന്ന് ആ ബുക്കിനകത്ത് എഴുതി വെക്കില്ല അവരേ ഉള്ളൂ. ആണ്. ഇപ്പൊ 3 കൊല്ലായി ഞാൻ ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്ന് വരെ നമുക്ക് ഇതിനകത്ത് അനുഭവം കിട്ടി നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാനോ മറ്റുള്ളതിനോ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി എന്താ ചെയ്യേണ്ടത് സർക്കാർ പറഞ്ഞാൽ നമ്മൾ ചെയ്യാം.